അതിർത്തികൾ താണ്ടുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള യുവ ചലച്ചിത്ര പ്രവർത്തകർ. അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിലുപരിയായി അവരുടെ സൃഷ്ടികളിലൂടെ അവർ വിദേശത്തും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിറവേറ്റുകയാണ്. അക്കൂട്ടത്തിലൊരാളാണ് ഗോവിന്ദ് കെ സജി. നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞ ഈ യുവ സിനിമാ പ്രവർത്തകൻ ലോസ് ആഞ്ചലസിലെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ നിന്ന് MFA, അക്കാഡമിക് ഗോൾഡ് റൈസിംഗ് ഫെലോ എന്നീ നിലകളിൽ പ്രശസ്തിയുടെ പടവുകൾ ഓടിക്കയറുകയാണ്. സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസറാണ് ഗോവിന്ദ് സജി. കേരളത്തിൽ വളർന്ന ഗോവിന്ദ് മലയാള സിനിമാ സാംസ്കാരിക സാഹചര്യത്തിൻ്റെ ഭാഗമാവുകയും പിന്നീട് സിനിമാ നിർമ്മാണമാണ് തൻ്റെ തട്ടകമെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. Film was already part of my my life because എൻ്റെ അച്ഛൻ was a huge film buff, so we always used to go for movies on weekends in Thrissur, and not just films, we used to go for theatre events like drama. പണ്ട് കലാനിലയം രാമകൃഷ്ണന്റെ നാടകങ്ങൾ കാണായിരുന്നു, അതുപോലെ സർക്കസും കാര്യങ്ങളൊക്കെ അച്ഛൻ കൊണ്ടുവരുന്നു. അവിടുന്ന് it evolved to theatres. Now the theatres have come home to streaming platforms. പക്ഷേ evidently I used to grow up watching a lot of movies right from childhood. Like I remember watching Yoda or മണിരത്നത്തിന്റെ റോജ പോലത്തെ പടങ്ങളൊക്കെ റിംഗില വന്നതും അത് രാമദാസ് തിയേറ്ററിൽ വന്നതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ ദാറ്റ് വാസ് ഓൾറെഡി ദർ. പിന്നെ എൻ്റെ അച്ഛനമ്മയും എന്നെ എപ്പോഴും ഈ സംഗീത കല ആ സർക്കിളിലേക്ക് എപ്പോഴും കൂട്ടുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗമായിട്ട് പാട്ട് പഠിക്കാനും ഒക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നവരാത്രി ഫെസ്റ്റിവൽസും അല്ലെങ്കിൽ അമ്പലങ്ങളിലെ അരങ്ങേറ്റങ്ങളാണെങ്കിലും പള്ളിയിലെ ഓരോ പരിപാടികൾക്കൊക്കെ ആണെങ്കിലും ഞങ്ങളൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങൾ ഈ ചെറിയ JVCയുടെ ഹാൻഡി ക്യാം വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യായിരുന്നു. I used to enjoy that process of recording an art form in somebody's videos. So later ഒരു 2005-06 ആ ടൈമിലാണ് അനന്തഭദ്രം ഇറങ്ങിയത്. സന്തോഷ് ശിവന്റെ ഒരു സിനിമയാണ്. That is the first time when I saw visually it was like a visual magic for me. There was great films like My Dear Kutti Chattam before that, but അതൊക്കെ ഞാനൊരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് കണ്ടിരുന്നു. പക്ഷെ ഈ പടം കണ്ടപ്പോൾ I realized that okay, this is a kind of a professionalism, there's a style of working method, there was a quality. It was a sudden shift from all what we saw from a lot of Malayalam movies to this. അത് കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം അന്യൻ സിനിമ ഇറങ്ങിയിട്ടായിരുന്നു ശങ്കറിന്റെ. ഭയങ്കര ഒരു അദ്ദേഹത്തിന് വൺ ഓഫ് ദ ബെസ്റ്റ് കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു. ആ പടത്തിന്റെ ബിഹൈൻഡ് ദ സീൻസും അതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഇറ്റ്. അതൊക്കെ കേൾക്കുമ്പോൾ ഐ വാസ് വെരി ഫാസിനേറ്റഡ്. അപ്പോൾ 2005-06 സമയത്ത് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആ സമയത്ത് ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്ത് ലോസ് ആഞ്ചലസ് ഫിലിം സ്കൂളിനെ പറ്റി കണ്ടുപിടിച്ചു. ഹോളിവുഡ് ഒരു എപ്പിറ്റോം ഓഫ് ഫിലിം മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ I searched for it and then I applied for brochure. And ഒരു എൻക്വയറിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ few weeks later I got that brochure to my home. I still have that brochure with me. So all these small things like made me realize that I have a passion towards filmmaking. പിന്നെ later while I was in my engineering college, I was part of running a photography club. I was a person who was taking profile pictures for all my friends. We used to think of stories to make it as short film. ആ സമയത്ത് നാളെ ഇയക്കുണർ എന്ന് പറഞ്ഞിട്ട് കലഞ്ചർ TV-യിലെ ഒരു ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടക്കണ്ടായിരുന്നു. ഇവിടെ കുറെ പേര് ബേസിൽ ജോസഫിനെ പോലെ കുറെ പേര് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. സോ all those small things were like inspiring me to get into this passionately, seriously into it. It was always a side gig until
പ്രോബ്ലി 2015. ആ സമയത്തായിരുന്നു ഞാൻ രാവിലെ ഫിലിം സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നു ബാംഗ്ലൂർ. രാത്രി ഞാൻ ജോലിക്ക് പോകും, IT സെയിൽസ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ November 2015 I quit, and I'm with the permission of everybody, and then I easily moved to filmmaking. Pinna there was a 6 months of time work of figuring out and learning the process of anxiety of getting into this filmmaking. Adaka samayathu vandu, but eventually I came through it when I got a job in 2016. I started working with N. Ranga Rao and Sons Group. And they are the company who makes cycle agarbatis and cycle pure products. So I started as an editor there. From there, it has been a long journey, as a corporate filmmaker. And then in 2022, I applied for this master degree program there, in Hollywood at New York Film Academy there, Los Angeles branch applied. That's how I came to Hollywood, because I got a scholarship. From there, I have been focusing on narrative filmmaking. ഇന്ത്യയിൽ ചലച്ചിത്ര പഠനം നടത്താൻ ആഗ്രഹിച്ചെങ്കിലും പല കാരണങ്ങളാൽ അത് സാധിക്കുകയുണ്ടായില്ല. അതോടെയാണ് ലോസ് ഏഞ്ചലസിലെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ നിന്ന് ചലച്ചിത്ര നിർമ്മാണ പഠനം നടത്താൻ ഗോവിന്ദ് തീരുമാനിച്ചിറങ്ങിയത്. ന്യൂയോർക്ക് ഫിലിം അക്കാഡമി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പണ്ടേ ഹോളിവുഡിനോടൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് സിനിമയോട് ഒരു അഫിനിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഹാഡ് എ റിയലൈസേഷൻ ദാറ്റ് all the research and development in filmmaking technically happened mostly in European or US region. So ആ ഒരു കാരണം മൂലം എനിക്ക് എപ്പോഴും ഒരു ഫിലിം സ്കൂളിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു പ്രൈമറി പോയിന്റ് ഓഫ് applying for a film school was either US or UK, or I wanted to even apply for a film school in Pune. പക്ഷെ സംഭവിച്ചാൽ പൂനെയിൽ ഞാൻ 2 സ്ഥലത്തും FTAA പ്രോസസ്സ് കുറച്ച് stringent ആണ്. It's very popular about their process of taking students. Their intake is really hard, and there is also Subhash Gaida Whistling Woods International film school ഉണ്ടായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ആലോചിച്ച് അച്ഛനും അമ്മയോട്ടൊക്കെ സംസാരിച്ച് ഞാനൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം FTAയിൽ പഠിച്ച ഒരു അങ്കിള് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അവിടെ അപ്ലൈ ചെയ്യണമെന്നായിരുന്നു. പുള്ളിയുടെ അടുത്ത് വഴിക്ക് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇവിടെ ദിവസവും എല്ലാ കൊല്ലവും 10-40-50 പേര് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എല്ലാവരും സിനിമ ചെയ്യുന്നില്ല. സക്സസ് റേറ്റ് ഭയങ്കര മോശമാണ്. പിന്നെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കുറച്ച് ലേസിയാണ് അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഹി വാസ് വെരി ആൻറ്റി അബൌട്ട് ഹിസ് ഓൺ ഫിലിം സ്കൂൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോഴേക്കും മൈ പാരൻസ് വാസ് സ്കെപ്റ്റിക്കൽ. മൈ മദർ വാസ് വെരി അപ്പോഴേ അവർക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകണോ എന്ന രീതിയിൽ പോയപ്പോൾ my father was like, okay, if you are going for something, then let's try for the top and then think about it. So അങ്ങനെയാണ് I applied for the the cream of filmmaking. So I applied in London, I applied in Canada, I applied in US. So in couple of colleges. Out of that, I filtered out, and then that's how I got into. I was lucky to get a grant and scholarship and everything. So that's how I rounded up. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടർന്നിറങ്ങിയ ഗോവിന്ദ് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള പല വ്യത്യാസങ്ങളും തിരിച്ചറിയുകയായിരുന്നു. എന്നും സിനിമാ പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഹോളിവുഡ് തന്നെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഗോവിന്ദ്. It is never a straight line to Hollywood, because America is a country which follows a due process. This is something which one of my family friends told me, because she was working in
with the government for some time. സോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം നടത്തണമെങ്കിൽ നമുക്ക് കുറുക്കുവഴികൾ കുറേ ഉണ്ട്, ലൂപ്പ് ഹോൾസ് കുറേ ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. അപ്പോൾ പിന്നെ നമ്മുടെ ജുഡീഷ്യറി ചില സമയത്ത് നമ്മുടെ എന്താ പറയുക രാഷ്ട്രീയത്തെക്കാളും നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തെക്കാളും കുറച്ച് ചില സമയത്ത് പവർഫുള്ളാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മുടെ ഡെമോക്രസിയിലുണ്ട്. പക്ഷേ അമേരിക്കയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ ഒരു പ്രോസസ്സിന് ഭയങ്കരമായിട്ട് പേടിയുള്ളതാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിസ തിങ് ഇസ് വൺ ഓഫ് ദ മെയിൻ തിങ് വിച്ച് മേക്സ് ഓർ ബ്രേക്സ് സംബഡീസ് ലൈഫ് ഇൻ ഹോളിവുഡ്, നോട്ട് ജസ്റ്റ് ഹോളിവുഡ്, ലൈഫ് ഇൻ ദാറ്റ് കൺട്രി ആസ് എൻ എംപ്ലോയി. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറേ പേര് ഈ സമയത്ത് സക്സസ്ഫുള്ളായിട്ട് ഒരു ലൈഫ് ഉണ്ടാക്കി 10 വർഷമൊക്കെ വർക്ക് ചെയ്ത് ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് പെട്ടെന്ന് അവരുടെ വിസ സ്റ്റാമ്പിങ് പോയ ആ ഒരൊറ്റ കാരണം കൊണ്ട് ദേ ഹാവ് ടു ഗോ ബാക്ക്. അവർക്കത് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു വഴിയില്ല. കാരണം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ്, ഇറ്റ് ഈസ് എ റെഗുലേറ്റഡ് സിസ്റ്റം. സോ ഇതേ പ്രോസസ്സ് സ്റ്റുഡിയോ സിസ്റ്റത്തിലുണ്ട്. അൺലെസ് you are a very, coming from very affluent family, although I haven't heard of it, I haven't seen anything like that. I don't think you can easily even get into a studio system unless you qualify for that. പിന്നെ നമ്മളെ മലയാള സിനിമയിൽ പോലെ ഒരു കോമൺ ആയിട്ട് ഒരു കമ്പാരിസണിൽ മലയാളം ഇൻഡസ്ട്രിയും ഹോളിവുഡിൻ്റെ ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടും ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട്, കുറേ ടാലൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് അൺലിമിറ്റഡ് ആണ്. ആൻഡ് ഹോളിവുഡിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അവരുടെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓഡിയൻസിൻ്റെ എമൗണ്ട് ഓഫ് ഓഡിയൻസ് ദേ ഹാവ് ഇസ് ഹ്യൂജ്, ഇറ്റ്സ് വെരി വൈഡ്. മലയാള സിനിമയ്ക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുള്ളത് ഹോളിവുഡ് കമ്പാരിറ്റീവ്ലി ഒരു കുഞ്ഞ് ഇൻഡസ്ട്രിയാണ്, അപ്പോൾ എവറിബഡി നോസ് ഈച്ച് അതർ. അപ്പോൾ ലോട്ട് ഓഫ് ഐ ഹവ് സീൻ ലോട്ട് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് കം ദർ. അവർ എന്താ പറയുക അവിടെ വന്നിട്ട് ഒരു കോഴ്സ് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് പോവുക എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെയെങ്കിലും ഹോളിവുഡിൽ കയറുക, അതിൻ്റെ ഭാഗമായിട്ടൊരു കോഴ്സ് ചെയ്യുക എന്നുള്ള പരിപാടി ചെയ്യും. പക്ഷേ 10 പേര് ചെയ്യണമെങ്കിൽ അതിൽ ഒരാളോ രണ്ടാളോ ആണ് അങ്ങനെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്നത്. കുറേ പേർക്ക് ഹോം സിക്നെസ് ആവും, കുറേ പേർക്ക് ആ ഒരു സ്ട്രെസ്സ് താങ്ങാൻ പറ്റില്ല, കുറേ പേർക്ക് ആ ഫ്രീലാൻസ് കൾച്ചർ അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല, പിന്നെ കൾച്ചർ ഷോക്ക്, കുറേ ഫാക്ടേഴ്സാണ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ലെവലാണ് നമ്മൾ ഈ യൂണിയൻസിനും അവരൊക്കെ ഇമ്പ്രസ് ചെയ്യാനുള്ളൊരു ഫാക്ടറുണ്ട്. അപ്പോൾ ഇഫ് യു ആസ്ക് മീ ഇഫ് ദർ ഇസ് സംബഡി ഹു വാണ്ട്സ് ടു study filmmaking abroad, definitely Hollywood is a great place to learn in terms of the technicality and the quality and everything. ആ ഒരു എക്സ്പോഷർ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു ലെൻസ് ഇവിടെ റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ, സിനി ലെൻസ് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരാൾ. പക്ഷേ US എനിക്ക് ലെൻസ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഫിലിമിൽ റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ലെറ്ററുമായിട്ട് ഞാൻ ആരിയുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അത് 1 മൈൽ അപ്പുറത്തുള്ളൂ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ലെറ്ററൊക്കെ നോക്കി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ലെൻസ് തന്നു വിടും. കാരണം ആ ലെറ്ററിൻ്റെ ഒപ്പം നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും. അവർ ആ പേപ്പർ വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഫ് വി ഫോളോ ദാറ്റ് ഡ്യൂ പ്രോസസ് ദേ വിൽ ഡെഫിനറ്റ്ലി കംപ്ലൈ വിത്ത് ദാറ്റ്, ദേ വിൽ ഈസിലി സപ്പോർട്ട് അസ്. ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ നമ്പേഴ്സും കോൺടാക്ട് ചെയ്ത് വരും, അത്ര ഈസിയാണ്. ഇവിടെ വെച്ചാൽ പക്ഷേ അങ്ങനെയല്ല. നമ്മളിപ്പോൾ എൻ്റെ ഒരു കുറേ വർക്കുകൾക്ക് ഒരു എക്യുപ്മെൻ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ എൻ്റെ കൂടെ 3-4 പേര് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്റ സിസ്റ്റമൊക്കെ എവിടെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും US അത്രയും പ്രഷറൊന്നുമില്ല. പക്ഷേ US പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കൺട്രി ഹു ഫൈൻഡ്സ് മണി ആസ് ഈക്വൽ ടു ഗോഡ്. സോ അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾസും കാര്യങ്ങളുള്ളവരോട് I would definitely ask them to try learning from many countries in Europe. That will help a lot of their thing. Definitely India നല്ല
വോയിസ് തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. US again there's no quick solution to it, because അത് ചിന്തിച്ച് തന്നെ നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല, ചൈനക്കാരും മറ്റേ സ്ലാവിക് കൺട്രീസിൽ നിന്ന് വരുന്ന കുറേ പേരുണ്ട് ഇതേപോലെ. ഗോവിന്ദ് ഒരുക്കിയ ഖാദിമ ദ കെയർ ഗിവർ ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെത്തുന്ന വീട്ടുജോലിക്കാരായ തൊഴിലാളികളുടെ യഥാർത്ഥ കഥകളിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഈ കഥകളുമായുള്ള കണ്ടുമുട്ടലുകൾ, ഈ ചിത്രത്തെ തൻ്റെ തീസിസ് ഫിലിമാക്കാം എന്നുള്ള തീരുമാനം എന്നിവയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട് ഗോവിന്ദിന്. എൻ്റെ ആദ്യത്തെ ഐഡിയ വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ഫാസ്റ്റ് ആൻഡ് പേസ്ഡ് ഫിലിമായിരുന്നു. ആ പടത്തിൻ്റെ ടെക്നിക്കൽ റിക്വയർമെൻറ്റിൽ എനിക്കൊരു കൊറിയോഗ്രാഫി, സ്റ്റണ്ട് കൊറിയോഗ്രാഫിയുടെ ഒരു ഹെവി ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ആളെ യൂസ് ചെയ്യാൻ, എന്താ പറയുക, ആളുടെ ടൈം സ്കെഡ്യൂൾ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, എനിക്കൊരു മലയാളം സബ്ജക്റ്റ് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ആസ് എ മലയാളി ഐ ഗ്രൂ അപ്പ് ഇൻ എ വെരി സ്ട്രോങ് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, with all the limitations and restrictions of budget and whatnot. So I was inspired. I grew up watching a lot of content, like in one of the best great screenplays come here from here. So എനിക്കെപ്പോഴും ഒരു മലയാള സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു, and my end goal was to show a Malayalam film in Hollywood. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പടം നടക്കാത്തപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഓക്കെ, എങ്ങനെയാണ് ഐ ക്യാൻ ഡു എ സ്മോൾ ഫിലിം. ഈ ഐഡിയ ഇറ്റ് വാസ് ഓൾറെഡി there. Khadima was already there long time back on as a very short story in one of my write-ups, but I never wanted to do it until this moment came. Khadimയുടെ basis was inspired from all the stories which my father told me, because എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റ് ആണ്. അത് കൂടാണ്ട് he was also part of labor organizations. He was a delegate for India, representing our labor unions here. So അദ്ദേഹം പോയിരുന്ന സമയത്ത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നാഷണൽ ലേബർ കമ്മീഷനിൽ മെമ്പറായിരുന്നു. അപ്പോൾ he had the privilege to go to a lot of places in India, all the 28 states, and even countries like Pakistan, Nepal, അവിടെയൊക്കെ പോയിരുന്നു. So he used to tell me that there are places where people, സ്ത്രീകൾ 5 കിലോമീറ്ററൊക്കെ നടന്ന് 5 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ചുള്ളിക്കമ്പുകൾ പറക്കിക്കൂട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ വെള്ളം ചുമക്കാൻ വേണ്ടിയിട്ട് അത്രയും ദൂരം നടക്കും. അവർക്ക് അത്ര ഫെസിലിറ്റീസ് ഒന്നും ആ സമയത്തില്ല. ഐ എം ടോക്കിംഗ് 2002-2000 ആ ഒരു ടൈമിലാണ്. സോ കുറേ ഇതുപോലത്തെ ലേബർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മലയാളികൾ എപ്പോഴും ഗൾഫ് കൺട്രീസിൽ രക്ഷപ്പെട്ട് സക്സസ്ഫുള്ളായ ബിസിനസ്സുകാരെയും അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിനെയും അവരെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ബിഹൈൻഡ് ഓൾ ദീസ് സ്റ്റോറീസ് there are thousands of stories which are hidden, like കുറേ പേര് അവിടെ പെട്ടുപോയിട്ടുണ്ട്, കുറേ പേര് അവര് കാണാണ്ടായിട്ടുണ്ട്, കുറേ പേര് എങ്ങനെയൊക്കെയോ അവിടേക്ക് എത്തുന്നതിൻ്റെ പ്രോസസ്സിൽ തന്നെ ആ വഴിയിൽ തന്നെ അവരുടെ ജീവൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പകുതി വെച്ചായിട്ട് തോറ്റു മടങ്ങിയ ആൾക്കാരുണ്ട്, ജോലി ഉപേക്ഷിച്ച് ഗൾഫെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് പണ്ട് കൈരളി TV പ്രവാസ ലോകം നടത്തിയിരുന്നൊരു റഫീഖ് റാവുത്തർ ഉണ്ടായിരുന്നു. അദ്ദേഹം അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഒരു കൺസൾട്ടൻ്റ് കൂടിയാണ്. അപ്പോൾ പുള്ളി അന്ന് തന്നെ ഇതുപോലെ കുറേ കഥകളൊക്കെ നാരേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് കണ്ടിരുന്ന ഞാനൊരു ഹൈസ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് തൊട്ട് കോളേജൊക്കെ ആ ടൈമിലാണ് പ്രവാസ ലോകമൊക്കെ കൈരളി TV കാണുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ മനസ്സിലിങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ US പലരിടത്തും സംസാരിച്ചപ്പോൾ ഗൾഫ് കൺട്രീസിനെ അവർ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യും, ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്തിട്ടാണ് പലരും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പലർക്കും ഈ കഫാല സിസ്റ്റത്തെ പറ്റി അറിയില്ല. നമ്മുടെ കേരളത്തിൽ കമൽ സാറിൻ്റെ ചിത്രമുണ്ട് ഗദ്ദാമ.
അല്ലെങ്കിൽ മഹേഷ് നാരായണൻ്റെ സി യു സൂൺ പോലത്തെ പടങ്ങളുണ്ട്, കുറേ പ്രോജക്റ്റുകളുണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ പറ്റിയിട്ട് അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. സോ ദിസ് വാസ് ലൈക്ക് റിയലി എ ഗ്രേറ്റ് റിയലൈസേഷൻ ഫോർ മീ. Like, why not make a small film? So my whole film is a video call between a mother and a son, and mother is talking to her son right before she is about to leave or escape from the GCC country she is in. This was the inspiration for Khalid. സൗദി അറേബ്യ ഔദ്യോഗികമായി കഫാല സംവിധാനം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ചിത്രം ഒരു പുതിയ ചരിത്ര നിമിഷത്തിൽ നിലകൊള്ളുകയാണ്. ഖാദിമ എന്ന ചിത്രം ഗോവിന്ദിൻ്റെ ഈ മേഖലയിലെ ഒരു രേഖപ്പെടുത്തലായി, ഒരു ആക്ടിവിസമായി ഒക്കെ അടിവരയിടുകയാണ്. ചിത്രം ഒരു അന്താരാഷ്ട്ര അക്കാദമിക സാഹചര്യത്തിൽ നിർമ്മിച്ചതാണെങ്കിലും ഗോവിന്ദ് ഈ കഥ മലയാളത്തിൽ തന്നെ പറയാൻ തീരുമാനിക്കുകയായിരുന്നു. മലയാളം എന്നും എനിക്ക് എന്താ പറയുക, മലയാളത്തിലെന്നും ഒരു ഫിലിം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്റ്റുഡൻറ് തീസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഓക്കെ ഫോർ എക്സാമ്പിൾ US-ൽ 1 year പ്രോഗ്രാം ചെയ്യണമെങ്കിൽ യു ക്യാൻ ഓൺലി ഡു 1 thesis ഫിലിം ഫോർ ദാറ്റ് അറ്റ് നൈഫ, ആൻഡ് 2 year പ്രോഗ്രാം ചെയ്യുമ്പോൾ യു ഹാവ് ഓപ്ഷൻ ടു ചൂസ് to shoot overseas or inside the country. അപ്പോൾ നമുക്ക് 2 പടങ്ങൾ ചെയ്യാം എൻ്റെ ഡിഗ്രി പ്രോഗ്രാമിൽ, 2 മെയിൻ പടങ്ങൾ. സോ ഇൻ്റർമീഡിയറ്റിന് ഐ ഡിഡ് എ ഫിലിം ഇൻ ഹോളിവുഡ്. സോ ബൈ ദ ടൈം ഐ ഡിഡ് ദാറ്റ് ഫിലിം, I had my I got my sense of satisfaction with that film. I had my experience with that, all the pluses and minuses of making film in Hollywood. I already got it from there. So I knew where I was going. But even then, ഞാൻ കേരളത്തിൽ നിന്ന് അവിടേക്ക് പോയിട്ട് ഇതുവരെ ഞാൻ കേരളത്തിലൊരു ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, നമുക്ക് അവിടെ കുറേ പേര് ഈ ചൈനീസ് ആണെങ്കിലും അറബിക് ആണെങ്കിലും അല്ലെങ്കിൽ യൂറോപ്യൻ ലാംഗ്വേജസിൽ ഒരു പടങ്ങൾ ചെയ്യാറുണ്ട്. മെക്സിക്കൻ ഫിലിംസ്, ഐ മീൻ സ്പാനിഷ്, ലാറ്റിൻ ഫിലിംസ് ഒക്കെ അവിടെ ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, വൈ നോട്ട് മലയാളം ഫിലിം? ആൻഡ് വെൻ ഐ വാസ് ടോക്കിംഗ് ഔട്ട് മലയാളം ഫിലിം, കുറേ പേർക്ക് മലയാളം സിനിമയെ പറ്റി അറിയില്ല. ഇന്ത്യൻ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയുന്നത് ബോളിവുഡാണ്. അപ്പോൾ they think that Indian film is all about that glamorous, Karan Johar kind of film, or it is all, a Slumdog kind of approach. And then there is RRR and Bahubali. But unless there is a film festival circuit among the Indian communities, they really know the value of Malayalam cinema. But otherwise, ഇവിടെ കുറച്ച് അവയർനെസ് കുറവായിരുന്നു. So this was a golden opportunity, at least for me. അതുകൊണ്ട് ഞാനിത് മലയാളത്തിൽ എടുക്കാൻ തീരുമാനിച്ചു. ഖാദിമ ദ കെയർ ഗിവർ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ വ്യാപകമായി പ്രദർശിപ്പിക്കപ്പെടുകയുണ്ടായി. നിരവധി അവാർഡുകൾ നേടുകയും ചെയ്തു. ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഫെസ്റ്റിവലുകളിൽ പ്രേക്ഷകരുടെ പ്രതികരണം നേരിട്ടറിയാൻ ഈ ചലച്ചിത്രോത്സവങ്ങൾ ഗോവിന്ദിനെ സഹായിച്ചു. അക്കാഡമി ഗോൾഡ് റൈസിംഗ് ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെടുക എന്നത് ഗോവിന്ദിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാവുകയായിരുന്നു. ഗോവിന്ദ് കെ സജിയുടെ സിനിമാ പ്രവർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. സിനിമാ പ്രവർത്തനത്തിൽ കുറുക്കുവഴികളില്ല, മറിച്ച് പ്രതിബദ്ധത, വ്യക്തത തുടങ്ങിയ ഘടകങ്ങളിലാണ് അത് പുരോഗമിക്കുന്നത്.